അഡ്വക്കേറ്റ് ബി ജി വിഷ്ണു, പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണമാണ് സമാനമായി കോൺഗ്രസും കർഷക സംഘടനകളും BJPയും ചേർന്ന് തന്നെയാണ് എലപ്പള്ളി പഞ്ചായത്തിൽ ഇപ്പോൾ വലിയ തോതിൽ ജനരോഷം ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതും സമരപരിപാടികളും പ്രതിഷേധ പരിപാടികളും ഒക്കെയായി മുന്നോട്ട് പോകുന്നത്. കേരളത്തിൽ ഇങ്ങനെ ഒരു മദ്യ കമ്പനി വരുന്നതിൽ എന്താണ് തടസ്സം? ഇന്ന് അതിശക്തമായ പ്രക്ഷോഭങ്ങൾക്കാണ് ഭാരതീയ ജനതാ പാർട്ടി എലപ്പള്ളി പഞ്ചായത്തിലടക്കം തുടക്കം കുറിച്ചിട്ടുള്ളത്. ഇന്ന് വിവിധ മാർച്ചുകൾ വിവിധ BJPയുടെയും പോഷക സംഘടനയുടെ നേതൃത്വത്തിൽ എലപ്പള്ളി പഞ്ചായത്തിലേക്കും വാട്ടർ അതോറിറ്റിയിലേക്കും ഇന്ന് നടന്നിരുന്നു. കാരണം സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് ജലത്തിൻ്റെ കാര്യത്തിൽ പാലക്കാട് ജില്ല നേരിടുന്നതെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഒരു കൊക്കക്കോള പ്ലാന്റ്, അതായത് പ്ലാച്ചിമടയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ സമരങ്ങൾ ചെയ്ത പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടിയാണല്ലോ. എന്തെല്ലാം സമരങ്ങളാണ് പ്ലാച്ചിമടയിൽ നടന്നത്. അപ്പോൾ അതിൽ മുന്നിൽ നിന്ന പാർട്ടി, പാലക്കാടിനെ പറ്റി കൃത്യമായി അറിയാവുന്ന പാർട്ടി, 10 വർഷം പാലക്കാടിനെ പ്രതിനിധീകരിച്ച MP രാജേഷ് ഇന്ന് എക്സൈസ് തദ്ദേശ വകുപ്പ് മന്ത്രിയായി അദ്ദേഹത്തിൻ്റെ സ്വന്തം ജില്ലയിൽ വരുമ്പോൾ അവിടെയുള്ള പ്രശ്നങ്ങളെ പറ്റിയൊന്നും അദ്ദേഹത്തെ പ്രത്യേകിച്ച് നമ്മളാരും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹത്തിന് ഇതെല്ലാം കാണാപ്പാടമാണ്. ഇപ്പോൾ ഇതെല്ലാം പറയുന്നത് എഥനോളിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ മറവിൽ കേരളത്തിൽ മദ്യം ഒഴുക്കാൻ തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം. വളരെ വ്യക്തമായി ഇടതുപക്ഷ സർക്കാർ മദ്യനയവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പറഞ്ഞാണ് ഇവിടെ ഒരു മദ്യവും ശാലകളും ഇനി ഞങ്ങൾ കൂടുതൽ ആരംഭിക്കില്ല. വലിയ KPSC എഴുതിയ പരസ്യമൊക്കെ ഉണ്ട്. ആ പരസ്യം കണ്ട് വോട്ട് ചെയ്ത ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളും സാധാരണക്കാരായ കമ്മ്യൂണിസ്റ്റുകളും ഒക്കെ ഇപ്പോൾ വിഡ്ഢികളായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ ഈ മദ്യ കമ്പനികളുമായി ഒത്തുകളിക്കുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ മദ്യനിർമ്മാണ കമ്പനികൾ ഒയാസിസിന് വേണ്ടി ഒത്തുകളിക്കുന്നതിൽ പൊതുമേഖല എണ്ണ കമ്പനികൾക്ക് എത്തനോൾ ഉൽപ്പാദിപ്പിച്ച് നൽകാൻ വേണ്ടി കേന്ദ്ര സർക്കാർ താല്പര്യം പത്രം ക്ഷണിച്ചപ്പോൾ അവിടെ എലപ്പുള്ളിയാണ് അവർ രേഖപ്പെടുത്തിയത്. കാരണം പെട്രോളിയത്തിന് വേണ്ടി അസംസ്കൃത വസ്തുവായി എത്തനോൾ നൽകേണ്ടതുണ്ട്. പക്ഷേ അതിൻ്റെ എല്ലാം മറവിൽ ആ കമ്പനിയെയും കൂട്ടുപിടിച്ചുകൊണ്ട് കേരളത്തിൽ മദ്യ കമ്പനി തുടങ്ങിക്കൊണ്ട് ജനങ്ങളെ ദുരിതത്തിലാക്കാനും പാലക്കാട് ജില്ലയെ അതിശക്തമായ ജനവിരുദ്ധ നിലപാടുകളിലേക്കും കഷ്ടതകളിലേക്കുമാണ് നയിക്കാനാണ് കേരളത്തിലെ എക്സൈസ് വകുപ്പും കേരളത്തിൻ്റെ സർക്കാർ ശ്രമിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ കൃത്യമായി ഈ കമ്പനി വെളിപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഒയാസിസ് കമ്പനിക്ക് മദ്യനിർമ്മാണത്തിനുള്ള അനുമതി നൽകിയത് 23-24 വർഷത്തിൽ സംസ്ഥാന സർക്കാരിന്റെ മദ്യനയം തന്നെ തിരുത്തി എഴുതിക്കൊണ്ടാണ്. ഇക്കാര്യത്തിൽ ബോധപൂർവമായ മുന്നൊരുക്കം സംസ്ഥാന സർക്കാർ നടത്തി. എത്തനോൾ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 11/8/2023 കേന്ദ്ര സർക്കാർ താല്പര്യപത്രം ക്ഷണിച്ചത്. അന്ന് അതിൽ പങ്കെടുത്ത കമ്പനി പ്ലാന്റ് അഡ്രസ്സായി കാണിച്ചിരിക്കുന്നത് എലപ്പുള്ളിയാണ്. 600 കോടി നിക്ഷേപമുള്ള പ്ലാന്റ് ആരംഭിക്കുവാനും അതിന്റെ പേരിൽ ടെൻഡർ നടപടിയിൽ പങ്കെടുക്കണമെങ്കിൽ അന്ന് തന്നെ സംസ്ഥാന സർക്കാർ ഈ കമ്പനി തമ്മിൽ ധാരണയിൽ എത്തിയിരിക്കണം. അല്ലെങ്കിൽ കൃത്യമായി ഈ ബ്രൂവറി ഈ എലപ്പുള്ളിയിൽ തന്നെ എങ്ങനെ ആരംഭിക്കാൻ കഴിയും? കാരണം കേന്ദ്ര സർക്കാർ ശ്രമിച്ചത് എത്തനോളിന് വേണ്ടിയാണ്. അപ്പോൾ എത്തനോളിന്റെ മറവിൽ കേരളത്തിൽ ഒരു മദ്യശാലയാക്കി മാറ്റാൻ ശ്രമിക്കുന്നു. ധൈര്യപൂർവ്വം കേന്ദ്ര സർക്കാരിന്റെ ടെൻഡറിൽ എലപ്പുള്ളി പ്ലാന്റ് അഡ്രസ്സായി കാണിച്ചു. പിന്നീട് 2 വർഷത്തിനകം പ്രവർത്തനം തുടങ്ങി എത്തനോൾ വിവരം ആരംഭിക്കുമെന്നാണ് പെട്രോളിയം കമ്പനികളുമായി ഒപ്പുവെച്ച ധാരണാപത്രത്തിൽ പറയുന്നത്. അതായത് 28/3/2026 ഒയാസിസ് കമ്പനി എത്തനോൾ ഉൽപ്പാദിപ്പിച്ച് ഓയിൽ കമ്പനികൾക്ക് നൽകണമെന്നാണ് നിലവിലുള്ള ചട്ടം. ഇത്രയും ഉറപ്പോടെ പ്രസ്തുത കമ്പനി എഗ്രിമെന്റിൽ ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കേരളത്തിൽ അതിന്റെ മറവിൽ മദ്യം തുടങ്ങാം, മദ്യത്തിന്റെ ഒരു വലിയ മേഖലയാക്കി കേരളത്തെ മാറ്റാം എന്നുള്ളതാണ്. ഇതിനുവേണ്ട ജലം അവർ ഇവിടെ നിന്ന് കളക്ട് ചെയ്യും. അപ്പോൾ പാലക്കാട് ജില്ല വലിയ പ്രതിസന്ധികളെ നേരിടുമ്പോൾ ഹൈക്കോടതി ഉത്തരവിന് വിരുദ്ധമായി മലമ്പുഴ ഡാമിൽ നിന്ന് വെള്ളം കൊണ്ടുവരാം. ഇതിനുവേണ്ടി എന്ത് പാരിസ്ഥിതിക പഠനം നടത്തിയിട്ടുണ്ട്? അങ്ങനെ ഒരു പഠനം നടത്തിയിട്ടുണ്ടെങ്കിൽ സർക്കാർ അത് പുറത്തുവിടട്ടെന്നേ ഞങ്ങൾ ചോദിക്കുന്നതാണ്. അപ്പോൾ ഇതിലെ ദുരൂഹത മാറുമല്ലോ. പാരിസ്ഥിതിക പഠനത്തിൽ പ്രശ്നമില്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പഠന റിപ്പോർട്ട് പുറത്തുവിട്ട്. പക്ഷേ ഈ നിമിഷം വരെ അത്തരത്തിൽ ആ റിപ്പോർട്ട് പുറത്തുവിടാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. കൂടാതെ കേരളത്തിൽ CPM എപ്പോഴാണ് മദ്യനയം നിർത്തിയത്? അങ്ങനെ ഒരു വാർത്ത നമ്മൾ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? കാരണം ഈ ഉത്തരവിൻ്റെ മറവിൽ ഇല്ലെങ്കിൽ ഇതിനുവേണ്ടി ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ടോ? ഇങ്ങനെ യാതൊരുവിധ ടെൻഡർ ക്ഷണിക്കാതെ വ്യാവസായിക നിക്ഷേപം എന്ന് കഴിഞ്ഞുകൊണ്ട് ഒയാസിസ് കമ്പനിക്ക് തീരെടുന്നു. ഇതേ കമ്പനിയുമായി ബന്ധപ്പെട്ടാണ് ഡൽഹിയിൽ കേസുണ്ടായത്. അപ്പോൾ കേജ്രിവാളാണോ പിണറായി വിജയനെ സഹായിക്കുന്നത് എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത് ദൂരീകരിക്കേണ്ട സംസ്ഥാന സർക്കാരിന് ജലദൗർബല്യത്തെ പറ്റിയുള്ള പാരിസ്ഥിതിക പഠനത്തെ പറ്റിയുള്ള ഒരു വിവരങ്ങളും നൽകാൻ കഴിയുന്നില്ല. അപ്പോൾ ഇത് ഒന്നാം തരം തട്ടിപ്പാണ് ഒയാസിസ് കമ്പനിയും കേരളത്തിലെ സർക്കാരും നടത്തിയിട്ടുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം മുഖ്യമന്ത്രിയുടെ ഭരണം ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ അഴിമതിയിൽ തന്നെ ചേർന്നിരിക്കുകയാണ്.